ഈയിടെയായിട്ട് എൻ്റെ ഗാർഡനിങ് വീഡിയോസിൻ്റെ എണ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് എന്നെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും എൻ്റെ ചെടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനേ ഈ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം സത്യമായ കാര്യമായത് കാരണം അതിനൊരു പരദൂഷണമായിട്ട് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. എന്തായാലും ഞാനധികം വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്നില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ എൻ്റെ ചെടികൾ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. സമ്മർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ ചെറുതായിട്ടൊന്ന് ജീവൻ വെപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ ചെടികളൊക്കെ ഞാനിവിടെ ആഡ് ആക്കി കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ആമ്പലൊക്കെ നമുക്ക് എല്ലാ വർഷവും വിൻ്ററിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ക്ഷീണത്തിലാണ്. അത് പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്ക് ആൾ നല്ല സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മുടെ തെങ്ങിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചേമ്പ്, നമ്മുടെ കോവൽ, ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് 1.5 മീറ്റർ നീളത്തിൽ കായ്ക്കുന്ന പയറെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിത്തൊക്കെ മുളപ്പിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കായ്ക്കുമ്പോൾ വീഡിയോ ഇടണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി പോലും എനിക്കൊരു 1.5 മീറ്റർ വളർന്ന് കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് തനിയെ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇപ്രാവശ്യം നമ്മൾ അധികം അങ്ങനെ ചെടികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുള്ളതിനെയൊക്കെ തന്നെ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യലും പിന്നെ അതുപോലെ കയ്യിലുണ്ടായിരുന്ന വിത്തൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഒന്ന് മുളപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ വലിയ ചെടികളൊക്കെ നമ്മുടെ കഴിഞ്ഞ സമ്മറിൽ രക്ഷപ്പെട്ട് കിട്ടിയ ആൾക്കാർ തന്നെയാണ്. പുതിയതായിട്ട് ഞാനൊന്നും തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പാവലുകൾ നമ്മൾ അത്യാവശ്യം കുറച്ചധികം നട്ടിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും കിളിർക്കുകയൊക്കെ ചെയ്തു. നന്നായിട്ട് വളർന്നു കഴിഞ്ഞിട്ട് പന്തലിടാന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ നിന്ന് കിണറിൽ കിട്ടുന്ന വലയൊക്കെ ഞാൻ മേടിപ്പിച്ചായിരുന്നു. പക്ഷേ അധികം അങ്ങോട്ട് ഹൈറ്റ് വെച്ചിട്ടില്ല. ഞാൻ ഈ താഴെ തന്നെ ഇങ്ങനെ വേലി പോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ പടർന്നിട്ടുള്ളൂ ഇപ്പോഴും. പിന്നെ വാഴകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 എണ്ണം അത്യാവശ്യം നല്ലൊന്ന് ഹെൽത്തി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.